അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് വിദേശ തൊഴിലാളികളെയും ഗ്രീൻ കാർഡ് കാത്തിരിപ്പുകാരെയും അവരുടെ കുടുംബങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഏറ്റവും പുതിയ ഇമിഗ്രേഷൻ നയ മാറ്റങ്ങളാണ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് പുറത്തുവിട്ടിരിക്കുന്നത്. വർക്ക് പെർമിറ്റ് അഥവാ EAD എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് നിയമങ്ങളിലാണ് ട്രംപ് ഭരണകൂടത്തിന്റെ കീഴിൽ വലിയ അഴിച്ചുപണി നടന്നിരിക്കുന്നത്. മുൻപ് നൽകിയിരുന്ന 5 വർഷത്തെ EAD കാലാവധി 18 മാസമായി വെട്ടിക്കുറച്ചതിനൊപ്പം വിസ പുതുക്കൽ അപേക്ഷ നൽകിയാൽ ലഭിച്ചിരുന്ന 540 ദിവസത്തെ ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ സംവിധാനവും പൂർണ്ണമായി നിർത്തലാക്കി. എന്താണ് ഈ നിയമമാറ്റത്തിന്റെ പശ്ചാത്തലം? ഇത് ആരെയൊക്കെ ബാധിക്കും? അമേരിക്കൻ തൊഴിൽ വിപണിയിലും നിങ്ങളുടെ ജോലിയെയും ഇത് എങ്ങനെ സ്വാധീനിക്കും? നമുക്ക് വിശദമായി പരിശോധിക്കാം. അമേരിക്കയിലെ ഇമിഗ്രേഷൻ പ്രക്രിയയിലെ കാലതാമസം കാരണം അപേക്ഷകരുടെ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ മുൻപ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ചില ഇളവുകൾ അനുവദിച്ചിരുന്നു. 540 ദിവസത്തെ ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ റദ്ദാക്കലായിരുന്നു ഒന്നാമത്തത്. മുൻപ് നിങ്ങളുടെ EAD കാലാവധി കഴിയുന്നതിന് മുൻപ് പുതുക്കലിനായി അപേക്ഷിച്ചാൽ അപേക്ഷയിൽ തീരുമാനമാകുന്നതുവരെ 540 ദിവസം വരെ ജോലി തുടരാൻ നിയമപരമായ സംരക്ഷണം ലഭിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ ഇന്ററിം ഫൈനൽ റൂൾ പ്രകാരം ഈ ആനുകൂല്യം പൂർണ്ണമായും അവസാനിച്ചു. രണ്ടാമത്തത് കാർഡിന്റെ വാലിഡിറ്റി ചുരുക്കൽ. 2023 USCIS നടപ്പിലാക്കിയ 5 വർഷത്തെ EAD വാലിഡിറ്റി റദ്ദാക്കി. പരമാവധി കാലാവധി 18 മാസമായി ചുരുക്കി. സുരക്ഷാ പരിശോധനകൾ കർശനമാക്കുന്നതിനും തട്ടിപ്പുകൾ തടയുന്നതിനുമാണ് ഈ നടപടിയെന്നാണ് USCIS നൽകുന്ന വിശദീകരണം. എന്നാൽ ഇത് കാരണം പ്രോസസ്സിംഗ് വൈകിയാൽ ജോലി താൽക്കാലികമായി അവസാനിപ്പിക്കാൻ വേണ്ടി വരുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ ഇപ്പോൾ ജീവിക്കുന്നത്. ഈ പുതിയ നിയമം ആഗോളതലത്തിലെ ഒട്ടനവധി വിസ അപേക്ഷകരെയാണ് നേരിട്ട് ബാധിക്കുന്നത്. ഗ്രീൻ കാർഡ് അപേക്ഷകർ I-485 പെൻഡിങ്ങിലുള്ള ലക്ഷക്കണക്കിന് അപേക്ഷകർക്ക് ഇനി മുതൽ ഓരോ 18 മാസത്തിലും EAD പുതുക്കേണ്ടി വരും. H-4 EAD ഉടമകൾ, H-1B വിസക്കാരുടെ പങ്കാളിയായ H-4 EAD ഉടമകൾക്ക് ഇനി ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ ആനുകൂല്യം ലഭിക്കില്ല. അസൈലം അപേക്ഷകരും അഭ്യർത്ഥികളും ഇതിൽപ്പെടും. ഇവരുടെ EAD വാലിഡിറ്റി 18 മാസമായി കുറച്ചിട്ടുണ്ട്. മറ്റ് നോൺ ഇമിഗ്രന്റ് വിഭാഗങ്ങളും ശ്രദ്ധിക്കണം. TPS, പരോൾ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ എന്നിവരെല്ലാം ഈ പുതിയ മാറ്റത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ഈ മാറ്റം അമേരിക്കൻ ബിസിനസ് മേഖലയിലും ആഗോള കോർപ്പറേറ്റ് ലോകത്തും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. എന്തൊക്കെയാണെന്നാണ് ഇനി ഞാൻ വിശദീകരിക്കുന്നത്. ഒന്നാമത്തത് എംപ്ലോയ്മെന്റ് ഗ്യാപ്പ്. USCISലെ അപേക്ഷ ബാക്ക്ലോഗ് കാരണം EAD കാർഡ് സമയത്തിന് ലഭിച്ചില്ലെങ്കിൽ ജീവനക്കാർക്ക് ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. സാമ്പത്തിക ഭാരവും ചെലവും ഉണ്ടാകും. ഇടയ്ക്കിടെ അപേക്ഷ സമർപ്പിക്കേണ്ടി വരുന്നതിനാൽ ഫയലിംഗ് ഫീസിനത്തിലും ലീഗൽ ഫീസിനത്തിലും ജീവനക്കാർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകും. മറ്റൊന്ന് HR വെരിഫിക്കേഷനാണ്. കമ്പനികൾക്ക് ജീവനക്കാരുടെ തൊഴിൽ യോഗ്യത കൂടുതൽ തവണ പരിശോധിക്കേണ്ടി വരുന്നു. ഇത് കോർപ്പറേറ്റ് HR വിഭാഗങ്ങളുടെ ജോലി ഭാഗം ഇരട്ടിയാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ വിദഗ്ധർ നിർദ്ദേശിക്കുന്ന പ്രധാന മുൻകരുതലുകളാണ് ഇനി പറയുന്നത്. ഒന്നാമത്തത് മുൻകൂട്ടി അപേക്ഷിക്കുക എന്നതാണ്. നിങ്ങളുടെ EAD കാലാവധി കഴിയുന്നതിന് 180 ദിവസം മുൻപ് തന്നെ പുതുക്കലിനായുള്ള അപേക്ഷ നൽകുക. മറ്റൊന്ന് പ്രീമിയം പ്രോസസ്സിംഗ് പ്രയോജനപ്പെടുത്തുക. വേഗത്തിൽ തീരുമാനമുണ്ടാക്കാൻ സാധ്യതയുള്ള വിഭാഗങ്ങളിൽ പ്രീമിയം പ്രോസസ്സിംഗ് സർവീസ് ഉപയോഗിക്കുന്നത് തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കും. മറ്റൊന്ന് കമ്പനികളുമായി ആശയവിനിമയം നടത്തുക എന്നതാണ്. നിങ്ങളുടെ EAD എക്സ്പയറി തീയതി കൃത്യമായി ട്രാക്ക് ചെയ്യുകയും തൊഴിലുടമയെ മുൻകൂട്ടി വിവരം അറിയിക്കുകയും ചെയ്യണം. ചുരുക്കത്തിൽ US ഇമിഗ്രേഷൻ നിയമങ്ങൾ കൂടുതൽ കർശനമാകുന്ന ഈ സാഹചര്യത്തിൽ ഓരോ പ്രവാസിയും തങ്ങളുടെ വിസ രേഖകളും വർക്ക് പെർമിറ്റുകളും കൃത്യമായി മുൻകൂട്ടി പുതുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അമേരിക്കൻ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.